നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കാത്തോരനായാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പാവയ്ക്കയ്ക്ക് ഇന്നത്തെ പാവയ്ക്കാത്തോരൻ്റെ മെയിൻ ആയിട്ട് ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം കേട്ടോ. ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. പിന്നെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക്. അപ്പോൾ നമുക്കിതാ പാവയ്ക്കയും എല്ലാം ഞാൻ കഴുകി വെച്ചതാണ്. അപ്പോൾ പാവയ്ക്ക ഇതുപോലെ ചെറുതായി നമുക്ക് കുത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാവയ്ക്ക ഇങ്ങനെ ചെറുതായി നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ അരിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പാവയ്ക്കായ്ക്ക് നല്ല ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തി അരിഞ്ഞിട്ട് പിന്നെ അതിനകത്തുനിന്ന് ആ കുരു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്ത് കളയും കേട്ടോ. അങ്ങനെയാണ് പാവയ്ക്ക ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ പാവയ്ക്കയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ വേഗം. അപ്പോൾ ഈ രീതിയിൽ പാവയ്ക്കാത്തോരനൊക്കെ വെക്കാത്തവർ വേഗം ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ അങ്ങനെ പാവയ്ക്കയൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ സവോളയും കൂടെ ഇതുപോലെ തന്നെ ചെറുതായി കൈകൊണ്ട് ഇങ്ങനെ കുത്തി ചെറുതാക്കി അരിഞ്ഞെടുക്കുവാണ്. സവോള അരിഞ്ഞെടുത്ത് പിന്നെ പച്ചമുളക് അരിഞ്ഞ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കും കേട്ടോ. ഇതിൽ ഏറ്റവും ചെറുതാക്കി നമ്മൾ അരിയുന്നത് ഇഞ്ചിയാണ് കേട്ടോ, തീരെ നൈസായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പാവയ്ക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞ് തോരൻ വെച്ച് കഴിയുമ്പോഴേ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഇഞ്ചി ചേർത്തത് കൊണ്ട് തന്നെ പാവയ്ക്കായ്ക്ക് വേറൊരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി കുനുകുന നമ്മൾ അരിഞ്ഞെടുക്കണേ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും സവോളയും പാവയ്ക്കായും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരൻ കറിക്ക് അധികം നമ്മൾ തേങ്ങയൊക്കെ ഇച്ചിരി കൂടുതലിട്ട് തോരൻ വയ്ക്കുമ്പോഴത്തേക്കിന് അത് പ്രത്യേകിച്ച് പാവയ്ക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ കയ്പ്പൊക്കെ കയ്പുള്ള പാവയ്ക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കയ്പ്പൊക്കെ കുറഞ്ഞു കിട്ടുവേ. അപ്പോൾ തേങ്ങയൊക്കെ അധികം ചേർത്തൊക്കെ നമ്മൾ പാവയ്ക്കൊക്കെ തോരൻ വെക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ടേസ്റ്റും പാവയ്ക്കയുടെ കയ്പ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയിട്ടോ. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. കറിവേപ്പില ഞാനൊന്ന് കഴുകിയതായതുകൊണ്ട് അതിനകത്തൊന്ന് വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പാവയ്ക്കായും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ കൈ കൊണ്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്തില്ല, ഞാൻ അങ്ങ് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമ്മിയതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കെ ഒന്ന് ഇളക്കുവാണ്. കാരണം ചില പടി പിടിച്ചെങ്കിലോ എന്നോർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ട് അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ലേ, കാരണം പാവയ്ക്കായിലൊക്കെ അധികം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ നമ്മൾ നല്ലതായിട്ട് ചെറുതാക്കിയല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവിയിലിരുന്ന് തന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ അടച്ച് വയ്ക്കുവാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഇപ്പോൾ തീരെ വ്യൂ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം ആർക്കും വീഡിയോ ഇഷ്ടപ്പെടാത്തതാണോ, വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിനിയും മുന്നോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം വെന്തൊക്കെ വരുന്നുണ്ട്. പാവയ്ക്കയുടെ ആവി വെള്ളമൊക്കെ വീഴുക പാവയ്ക്കൊക്കെ നന്നായിട്ട് കുഴഞ്ഞ രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുവാണ്. വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇളക്കി കഴിയുമ്പോൾ പാവയ്ക്കയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ ഇതുപോലൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ അധികം ചേർത്ത് പിന്നെ ഇഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പാവയ്ക്കയൊക്കെ തോരൻ വെക്കുമ്പോൾ ഇഞ്ചി ചേർക്കാതെ തോരൻ വെക്കുന്നവരൊക്കെ ഇഞ്ചി ഒന്ന് ചേർത്തിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കണം കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ.
അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.